City Gold, Gold and Diamonds, Kerala and Karnataka. يا حزن وجرف آدم توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح جرف آدم توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح. ഇരയായവർക്ക് 100 വീടുകളോ 100 വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ ലത്തീഫ് സക്കാഫി അറിയിച്ചു. മദനിയും ആത്മീയവേദിയുടെ പേരിലാണ് ഇത് നൽകുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. മദനിയും ആത്മീയം വേദികളിലെ പഠിതാക്കളും പദ്ധതിയുടെ ഭാഗമാകും. 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനിയും ആത്മീയ വേദി വഴി ഇതുവരെ 20 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പാവപ്പെട്ടവർക്ക് 111 വീടുകൾ നിർമ്മിച്ചു നൽകി. 40 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മദനിയം 111ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. 40ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിനോട് ചേർന്ന് 100 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വാർത്തകളും വിഷമിക്കുന്ന അവസ്ഥകളും കാണുമ്പോൾ തീർച്ചയായും ആ മഹാപദ്ധതിയിൽ മദനീയവും ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് എവിടെയാണ് ഈ സ്ഥലം, അല്ലെങ്കിൽ വീടുകൾ വെച്ചു കൊടുക്കും? വയനാട് തന്നെയല്ലേ? തീർച്ചയായും വയനാട് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ സ്ഥലം കാണുകയും ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സന്ദർഭത്തിലും ചില ആളുകൾ എടുത്തിടുന്നത് മർക്കസ് നോളജ് സിറ്റി, അവിടെ അതാ ഏക്കർ കണക്കിന് ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു. ഇതൊക്കെ ഇതിന് കാരണമല്ലേ? അവർക്കും ഇവിടെ ഒന്ന് വന്ന് കണ്ടുകൂടെ? ഏതെങ്കിലും പരിസരത്തിലുള്ള മലയിടിഞ്ഞാൽ ആ മലയുടെ ആഘാതം വരാൻ പറ്റിയ ദൂരത്താണോ നോളജ് സിറ്റി ഉള്ളത്? വെള്ളം ഒഴുകി വന്നാൽ കയറാൻ പറ്റിയ രീതിയിൽ താഴ്ന്ന പ്രദേശമാണോ നോളജ് സിറ്റി? ഇവിടെ ദൂരെന്ന് വെള്ളം വന്നാൽ കയറില്ല. ഏതെങ്കിലും മലകൾ ഇടിഞ്ഞു വന്നാൽ ഇങ്ങോട്ട് എത്തുകയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണമുണ്ടായാൽ ഇതൊന്നും നിലനിൽക്കില്ല. അതേ സമയത്ത് ഇവിടെ വന്നാൽ അറിയാം ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നാശമുണ്ടാകുന്ന രീതിയിലുണ്ടോ? കെട്ടിടങ്ങൾ ഉണ്ടാകാൻ എവിടെയെങ്കിലും മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിന്റെ 10 ഇരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മലകൾ ഇടിക്കാതെയും ആ നിലക്കുള്ള കെട്ടിടങ്ങളാ എല്ലാം ഇടിച്ചു നിരത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എത്രയോ ചെലവ് കൂടിയ രീതിയിൽ കുന്നുകൾ ഇടിക്കാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ജലം പരമാവധി സംഭരിക്കാൻ വേണ്ടി ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ജലസംഭരണികളായി വെച്ചിട്ടുണ്ട്.
കെട്ടിടങ്ങളും റോഡുകളും പാതകളുമായി കവർ ചെയ്തിട്ടുള്ള ഏരിയകൾ നോക്കിയാൽ ഇതിന്റെ ഭൂമിയുടെ 25% പോലും വരില്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, പ്രകൃതിക്ക് കൂടുതലായി അനുകൂലമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തീരുന്ന മുറക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസരി സംസാരിക്കുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സേവനം നടത്തുന്ന നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SYSന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ. ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി തന്നെ സന്ദർശിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ കണ്ടു, എന്താണ് അവസ്ഥ? കേരളത്തില് 25,000 വോളണ്ടിയേഴ്സുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ സന്നദ്ധ സംഘടനയാണ് സാന്ത്വനം. മറ്റ് സംഘടനകളോടൊപ്പം തന്നെ സാന്ത്വനം വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്തമുണ്ടായത് അറിഞ്ഞ ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം പരിസരത്തുള്ള സാന്ത്വന റെസ്ക്യൂ ടീം ഇവിടെ എത്തി പ്രവർത്തിച്ചു. അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ മെഡിക്കൽ ആശുപത്രികൾക്ക് സമീപവും അതുപോലെ മറ്റ് മെഡിക്കൽ മേഖലകളിലാണ് പ്രധാനമായും സാന്ത്വനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനുള്ള പ്രത്യേകമായ പരിശീലനങ്ങൾ അവർക്കേറെ നൽകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിതീവ്രമായ പരിശീലനങ്ങൾ നൽകപ്പെടണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കൂടാതെ ഞങ്ങളുടെ മെഡിക്കൽ വിങ് 1200ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 300ഓളം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും സർവ്വസന്നദ്ധരായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, ഹീലിംഗ് ടീമും ഫീൽഡിലുണ്ട്. അത് കൂടുതൽ വ്യാപകമായി ചെയ്യുന്നതിന് നമ്മൾ ADMനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നേരത്തെ പുത്തുമലയിലും കവളപ്പാറയിലൊക്കെ ചെയ്തതുപോലെ തന്നെ സമസ്തയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് ചെയ്യുമെന്ന കാര്യം ഉസ്താദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിനോട് ചേർന്നുകൊണ്ട് SYSഉം SSFും എല്ലാം പ്രവർത്തിക്കുകയാണ്. ICFന്റെ വേൾഡ് പ്രസിഡന്റാണ് ശ്രീതാറ്റ് കോയത്തങ്ങൾ. ICFന്റെ നേതൃത്വത്തിൽ നേരത്തെ വയനാട്ടിൽ നൽകിയിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ പ്ലാന്റ് അതുപോലെ ഇത്തവണ പുനർനിർമ്മാണ പദ്ധതികളിൽ ICF വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ICFന്റെ ഒപ്പം തന്നെ SYSന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ സേവനം നടത്തുന്നുണ്ട്. ഇത് കൂടാതെ പുനരധിവാസത്തിനും ഇതെല്ലാം കഴിഞ്ഞ് പുനരധിവാസത്തിനും SYSന്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു സംഘടനകളുടെ കൂട്ടായ്മകളുടെ സഹായം ഉണ്ടാകുമെന്നാണ് AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ ദുരിതബാധിത പ്രദേശമായ ചൂരൽമലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം നേരിട്ട ഈ നാടിനെ, ഈ ഗ്രാമത്തെ ഏറ്റവും നന്നായി പുനരധിവസിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ടല്ലോ. നമ്മുടെ പ്രസ്ഥാനവും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നിലവിൽ സാന്ത്വന സേവന സഹായ പ്രവർത്തനങ്ങളും തെരച്ചിലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരച്ചിലുകളൊക്കെ അവസാനിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒന്നുമില്ലാതായി പോയ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. ഏറ്റവും വിശേഷിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അവരുടെ സ്കൂളാണ് ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ SSF ഏറ്റെടുക്കുകയാണ്. പരമാവധി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും ഈ സ്കൂളിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ SSF അതിൻ്റെ കൃത്യമായ പങ്ക് നിർവഹിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ക്യാമ്പുകളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവരുടെയെല്ലാം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടെ വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫിയുടെ നേതൃത്വത്തിൽ മെൻ്റലി റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ, മാതാപിതാക്കളടക്കം നഷ്ടപ്പെട്ടു പോയതടക്കമുള്ള ചെറിയ പിഞ്ചുങ്ങളുണ്ട്. അവരുടെ അടക്കം സംരക്ഷണവും സുരക്ഷയും വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങളിൽ SSF അതിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും പരമാവധി അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങളെല്ലാം നമുക്കൊരുമിച്ച് ചേർന്ന് നിന്ന് ഇൻഷാ അല്ലാഹ് ഈ ഗ്രാമത്തെ കൃത്യമായി
പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഇതുവരെ സഹകരിച്ചതിനും സഹായിച്ചതിനൊക്കെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെ പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്. മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല. ഈ പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഒരിറ്റു വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി 2 മണിക്ക് ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ്. ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ്. ഈ മലകളിലും കാടുകളിലും തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ, ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ, അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവർ വളരെ സജീവമാണ്. സുഹൃത്തുക്കളെ, വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ ഒരുപാട് ചെല്ലുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ച ഒന്ന് തിരിച്ചുവിടേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ 941 പഞ്ചായത്തുകളും 6 കോർപ്പറേഷനുകളുണ്ട്. ശരിക്കും ഒരു പഞ്ചായത്ത് ഒരു വീട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ എന്റെ മനസ്സിൽ തോന്നുന്ന ചെറിയ ആശയമാണ് ഇവിടെ അവതരിപ്പിച്ച് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറാൻ പോവുകയാണ്. ഈ ഒരു ആശയം പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ല ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും. നിങ്ങളുടെ പഞ്ചായത്ത് ഏത് പഞ്ചായത്തായെങ്കിലും ആ അധികൃതരെ ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ശരിക്കും 200-300 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് എന്ന നിലയ്ക്ക് നമുക്ക് ഇത് വയനാട് ജില്ലാ പഞ്ചായത്തിന് അറിയിക്കാൻ സാധിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഇനി ചെയ്യുന്ന ഒരു കാര്യമാവും അത്. അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ പരമാവധി ഇത് ഷെയർ ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഈ ഒരു ആശയം എത്തിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു വീട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. ആ ഒരു ആശയം പരമാവധി ഏറ്റെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. നടക്കൂല നമുക്കറിയില്ല. പരമാവധി ശ്രമിച്ചുകൊണ്ട് ഈ ഒരു ആശയം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം. അതായത് പഞ്ചായത്തുകൾ എല്ലാവരും ഇത് അറിയിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഈ ലെറ്റർ ഞങ്ങളുടെ ക്ലബിന്റെ പേരിൽ കൈമാറാൻ പോവുകയാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി പി രാജീവ്. വിദേശ സഹായം ലഭിക്കുന്നതിനടക്കം അത് സഹായകരമാക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ എംപിമാർക്കും സഹായിക്കാനാകുമെന്നും ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ക്യാബിനറ്റ് തന്നെ തീരുമാനമെടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാർലമെന്റ് അംഗങ്ങളായിരിക്കുമ്പോൾ ഉത്തരാഖണ്ഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ലാൻഡ് സ്ലൈഡിംഗ് അതൊരു ദുരന്തമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എംപിമാരായിരുന്നവർ തന്നെ എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട്, സാധാരണഗതിയിൽ ഒരു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് അവരവരുടെ മണ്ഡലത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. രാജ്യസഭാ അംഗങ്ങളാണെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ, ലോകസഭാ അംഗങ്ങളാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ. പക്ഷെ അന്ന് നമുക്ക് എല്ലാവർക്കും 1 കോടി രൂപ വരെ താല്പര്യമുള്ള എംപിമാർക്ക് അതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ലോകമാകെ നമ്മുടെ ഈ വേദനയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള സഹായങ്ങളും വരാനിടയുണ്ട്. അപ്പോൾ ഒരു ദേശീയ തലത്തിലുള്ള പ്രഖ്യാപനം വന്നാലാണ് അതെല്ലാം തന്നെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ് ഏതാണോ അതിന് സഹായകരമായത്, ഇപ്പോൾ ഈ രൂപത്തിൽ പ്രഖ്യാപനത്തിൽ പുതിയ നയത്തിൽ വ്യത്യസ്തതകളുണ്ട്, വേറെ തരത്തിലാണ് പ്രഖ്യാപിക്കാൻ കഴിയുക, ഏതാണ് സാധ്യമാകുന്നത് അത് പരിശോധിച്ചിട്ട് അടിയന്തരമായി തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിരിക്കും. ഇതുവരെ പൊതുവെ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സൈന്യത്തിൻ്റെ സേവനം കിട്ടിയിട്ടുണ്ട്, മറ്റ് കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. അപൂർവമായ ചില പരാമർശങ്ങൾ വന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ തുറന്നു കാട്ടപ്പെട്ടതിനെ തുടർന്ന് അത് പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിലേതുപോലെ തന്നെ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്.
تنحى يا حزن وهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح تنحى يا حزن وهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح تنحى يا حزن وهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.
ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح